നമസ്കാരം. ഒരിക്കൽ ഒരു കൊടും കാട്ടിൽ ഒരു കാക്ക ജീവിച്ചിരുന്നു. രാവിലെയായാൽ എല്ലാ കാക്കകളും തീറ്റ തേടാൻ പോയിരുന്നു. പക്ഷെ ഇവൻ മാത്രം അടുത്തുള്ള ഒരു മരക്കൊമ്പിൽ പോയിരുന്ന് ഓരോന്ന് ആലോചിച്ചിരിക്കും. ആദ്യം നോക്കി ഇവന്റെ അച്ഛനും അമ്മയും ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും. പക്ഷെ ഇവർക്ക് വിശക്കുമ്പോൾ എന്തെങ്കിലും കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഇവരുടെ പാട്ടിന് പോയി. പിന്നീടുണ്ടായിരുന്ന ഒരു സുഹൃത്ത് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ രക്ഷപ്പെടാനുള്ള മട്ടെന്ന് കണ്ടപ്പോൾ അവനും കൈയൊഴിഞ്ഞു. അന്നത്തെ ദിവസം അവൻ പതിവ് പണി ആരംഭിച്ചു. എന്ത് ആലോചന തന്നെ! ആലോചിച്ച് ഒരു സമയം കഴിഞ്ഞപ്പോൾ അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ഈ കണ്ണുനീർ എവിടെ ചെന്ന് വീണു? താഴെ ഇരുന്ന് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്യാസിയുടെ പുറത്ത് ചെന്ന് വീണു. വെള്ളം വീഴുന്നത് കണ്ട സന്യാസി മുകളിലേക്ക് നോക്കി. എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാക്കയെ അടുക്കളയിലേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താ മോനെ, എന്താ നിന്റെ പ്രശ്നം? അപ്പോൾ കാക്ക പറഞ്ഞു, ഞാനും എല്ലാവരെയും പോലെ തീറ്റ തേടാൻ പോയിരുന്നു. പക്ഷേ ഞങ്ങളെ കണ്ടാൽ എല്ലാവരും കല്ലെടുത്ത് ആട്ടി ഓടിക്കും. കാരണം എന്താ? ഞങ്ങൾ കറുപ്പല്ലേ. പിന്നീട് ഞങ്ങൾക്ക് ആരും നല്ല ഭക്ഷണം തരാറില്ല. അതായത് കഴിച്ചതിന്റെ ബാക്കിയേ തരാറുള്ളൂ. മകനെ, നീ ആയ കാലത്തെ മനസ്സിലാക്കി ജീവിച്ചാൽ നിനക്ക് സന്തോഷമുണ്ടാകും. അപ്പോൾ കാക്ക പറഞ്ഞു, ഇത് തന്നെയാണ് എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു തരാറുണ്ടായിരുന്നത്. പക്ഷെ എനിക്കെന്തോ അതിനോട് യോജിക്കാൻ സാധിക്കുന്നില്ല. ഈ ലോകത്ത് കാക്കകൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും സന്തോഷമാണ്. മകനെ, നീ ആരെയാണ് സന്തോഷവാനായി കണ്ടിട്ടുള്ളത്? കാക്കയ്ക്ക് ഉത്തരം ആലോചിക്കേണ്ടി വന്നില്ല. നാവിൽ തുമ്പത്തു തന്നെ ഉത്തരം കിട്ടി. വെള്ളത്തിൽ കിടക്കുന്ന അരയണം. അവനെ കാണാൻ എന്തൊരു ചേല! പതുപതുത്ത തൂവലുകളും പാൽ തൂവുന്ന വെള്ള നിറവും. അവന് എപ്പോഴും സന്തോഷമാണ്. എന്നാൽ നീ അവനോട് പോയി ചോദിക്കൂ, നിനക്ക് സന്തോഷം തന്നെയാണോ എന്ന്. പിന്നീട് നിനക്ക് ആരൊക്കെയാണ് സന്തോഷവാനായി കണ്ടിട്ടുള്ളത് അവരോടൊക്കെ പോയി ചോദിക്കും. ഇത് പറഞ്ഞ ശേഷം സന്യാസി ധ്യാനിക്കാൻ തുടങ്ങി. സന്യാസിയോട് ഇനി ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ കാക്ക ഉടനെ തന്നെ അരയന്നത്തിന്റെ അടുക്കലേക്ക് പോയി. അരയന്നത്തിന് ദൂരെ നിന്ന് തന്നെ കാക്ക കണ്ടു. അപ്പോൾ കാക്കയുടെ മനസ്സിൽ കരച്ചിൽ വന്നു. എന്തെന്നോ, അരയന്നത്തിന് ദൂരെ നിന്ന് തന്നെ കണ്ടു. കാരണം എന്താ? അവൻ വെള്ള നിറമല്ലേ. പക്ഷേ കാക്കയെ അടുത്തു നിന്നാൽ അടക്കം കാണില്ല. ഇതൊക്കെ മറന്നു വെച്ച് കാക്ക അരയന്നത്തിന്റെ അടുക്കലേക്ക് പോയി. ആദ്യം തന്നെ നിനക്ക് സന്തോഷമാണോ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൻ കുറച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞിരുന്ന് തക്കം കിട്ടിയ സമയത്ത് ചോദിച്ചു, നിനക്ക് എപ്പോൾ സന്തോഷമാണല്ലേ? മീൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന അരയന്നം പെട്ടെന്ന് തല ഉയർത്തി പറഞ്ഞു, എന്റെ ദേഹത്തൊന്ന് നോക്കൂ. എനിക്ക് ആകെയുള്ള ഒരു കളർ, അതും വെള്ള. വേറെ ഏതെങ്കിലും ഒരു നിറം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കാണാൻ എന്തൊരു ചേലായിരുന്നു. പിന്നെ ആകെയുള്ള ഒരു സമാധാനം, അത് വെള്ളത്തിൽ കിടക്കുക തന്നെ. കാരണം എന്താ? വിഷമം വരുമ്പോൾ ഒന്ന് തണുക്കാമല്ലോ. അപ്പോൾ നിനക്കും സന്തോഷമില്ലേ? അപ്പോൾ അരയണ്ണ പറഞ്ഞു, എന്റെ അറിവിൽ ഒരാൾക്ക് മാത്രമേ സന്തോഷമുള്ളൂ, അത് തത്തമ്മയാണ്. അപ്പോൾ കാക്ക ഉടനെ തന്നെ തത്തമ്മയുടെ അടുക്കിലേക്ക് പോയി. ഇങ്ങനെ ഒരുപാട് ആളുകളോട് ചോദിച്ച് അവസാനം മൈലമ്മയുടെ അടുക്കിലേക്ക് എത്തി. അതൊരു മൃഗശാലയായിരുന്നു. അവിടെ വിദേശത്തു നിന്നുള്ള ആളുകൾ അടക്കം മൈലമ്മയുടെ നൃത്തം കാണാൻ വന്നിരുന്നു. ആളുകളൊക്കെ പോയതിനു ശേഷം മൈലമ്മയോട് കാക്ക ചോദിച്ചു, നിനക്ക് എപ്പോൾ സന്തോഷമാണല്ലേ? അപ്പോൾ മൈലമ്മ പറഞ്ഞു, എന്നെ ഒരു ദിവസം ഇവിടെ നിന്ന് നോക്ക്. ഞാൻ നൃത്തം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഓരോ കുരുത്തം കേട്ട പിള്ളേർ വന്ന് എന്റെ തൂവലുകൾ പറിച്ചു കൊണ്ടുപോകും. ഞാൻ പിന്നെ ആളുകൾ നോക്കി നിൽക്കുകയല്ലേ എന്ന് വിചാരിച്ച് തുള്ളുക. അപ്പോൾ നിനക്ക് സന്തോഷമില്ലേ? എന്റെ അറിവിൽ ഈ ലോകത്ത് ഒരാൾക്ക് മാത്രമേ സന്തോഷമുള്ളൂ, അത് കാക്കകളാണ്. അവർക്ക് എവിടെ വേണമെങ്കിലും പോകാം, എന്ത് വേണമെങ്കിലും കഴിക്കാം, എവിടേക്ക് വേണമെങ്കിലും പോകാം, വാനിലൊട്ടാകെ പറന്നു നടക്കാം. അങ്ങനെ അവർക്ക് എപ്പോഴും സ്വതന്ത്രമായി ജീവിക്കാം. ഞാൻ അവരെ എപ്പോഴും നോക്കി നിൽക്കും. ഇത് കേട്ടയുടനെ കാക്കയുടെ മനസ്സിൽ ഒരു പുനർചിന്ത ഉണർന്നു വന്നു. താൻ ഭാഗ്യശാലിയാണ് എന്ന ചിന്ത. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കാക്ക നേരെ സന്യാസിയുടെ അടുക്കിലേക്ക് പോയി. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ ആയ കാലത്തെ മനസ്സിലാക്കി ജീവിച്ചാൽ നമുക്ക് എപ്പോഴും സന്തോഷമുണ്ടാകും. നന്ദി, നമസ്കാരം.